ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങള് ബ്യൂട്ടി പാർലറിലേക്ക് പോവാ. നമ്മുടെ മുടി നല്ല കേളിയാണ്, ഫ്രിസിയാണ്. അപ്പൊ നമ്മള് നല്ല മെലിയന് സ്ട്രൈറ്റനിങ് മെലിയൻ മുടി അതുപോലെ നമ്മൾ ആക്കാൻ പോവാണ്. അതുകൊണ്ട് ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. നിങ്ങൾ വേണ്ടോ? വന്നോളൂ. ഇത് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് ആകെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പുറത്ത് പോകാൻ ഒരു കുഞ്ഞു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ കയറണ്ടേ. പിന്നെ ഹെയർ ഒക്കെ ഫുൾ ഫ്രിസിയാണ്. പിന്നെ കുറച്ച് പെഡിക്യൂറോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇതൊന്ന് സ്ട്രൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പാർലറിൽ പോയിട്ട് വരാം. അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സലൂണാണ് കേട്ടോ, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ് ഈ സലൂണിൽ. ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയായിട്ടൊക്കെ വരാറുള്ളതാണ്. ഇത് വേണേൽ ഞങ്ങളൊരു ഫാമിലി സലൂൺ എന്ന് പറയും. കാരണം യൂണിസെക്സ് സലൂണാണല്ലോ. ഞങ്ങൾ ഫാമിലി ഒന്നിച്ച് ഇങ്ങോട്ട് ഇടയ്ക്ക് വന്ന് ഫുൾ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെഡിക്യൂർ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് പെഡിക്യൂർ വേണം, പിന്നെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വാക്സ് ചെയ്യണം, പിന്നെ ഹെയർ വാഷും ഹെയർ സ്ട്രൈറ്റനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെഡിക്യൂറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പെഡിക്യൂർ ചെയ്യുന്നത്. അതുപോലെ വാക്സ് ചെയ്യുന്നതും എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സലൂൺസ് പോലെയല്ല. ബാംഗ്ലൂർ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും കുറച്ച് എക്സ്പെൻസീവാണ്. എസ്പെഷ്യലി ഇതുപോലെ സലൂൺസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോകുന്ന വഴി അറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭയങ്കര അഫോർഡബിളാണ്. ഇവർ നമ്മൾ റെഗുലർ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി സർവീസും ആണ്. അതുപോലെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇവർ ചെയ്തു തരാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സൊക്കെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഓണർ എപ്പോഴും വരുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. അപ്പം അവർ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സൊക്കെ തരാറുണ്ട്. പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് ആഡ് ചെയ്യുന്നത് സോൾട്ടും പിന്നെ അതിൽ കുറച്ച് ഷാമ്പൂ ആണ്, കളേർഡ് സോൾട്ടാണ്. ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തിരുന്ന അനുവാണ് കേട്ടോ. അവൾ പാർലറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തുനിന്ന് മാറില്ല. ഫുൾ അവർ നോക്കിക്കൊണ്ട് നിൽക്കും. അവർക്ക് ഇഷ്ടമാണ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇഷ്ടമാണ്. എന്നോട് ഇടയ്ക്ക് പറയും ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്യട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് നല്ല സുഖമുണ്ടോ, കാല് മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതവർ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് തരുന്നതാണ്. ഞാനിതൊക്കെ പറയുന്നത് കമൻട്രി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വാക്സും പെഡിക്യൂറൊക്കെ കുറച്ച് പെയിൻഫുള്ളാണോ എന്നുള്ളത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. എനിക്കിതുപോലെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒന്നാമത് ഇത് സ്കിപ്പ് ചെയ്യാനും ഇതുവരെ ചെയ്യാത്തതിനും കാരണം അതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് ഫേസിലൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഇതുപോലെ കാലിലോ കയ്യിലോ ഒക്കെ ഇടയിൽ കുഴപ്പമില്ല. അപ്പം ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഫേസിൽ ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഫേഷ്യലോ ബ്ലീച്ച് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഫേഷ്യൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഫേഷ്യൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹം കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എനിക്ക് പേടിയാണ് സത്യം പറയാമല്ലോ. ഞാനിതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഫേസിൽ വാക്സ് ചെയ്തിട്ട് എനിക്ക് നല്ല പണി കിട്ടി, മുട്ടൻ പണി. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം ഫേസിലൊന്നും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. ഫേസ് അങ്ങനെ ഇരിക്കട്ടെ. കുറച്ചുകൂടിയൊക്കെ ഏജ് ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതവരൊരു സ്പെഷ്യൽ സ്റ്റോൺ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നതാണ് കേട്ടോ. പ്യൂമിസ് സ്റ്റോൺ, സെയിം തന്നെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കാലിനൊരു മസാജും. അതിനുശേഷം ഇവരൊരു ക്രീമെല്ലാം ആഡ് ചെയ്തിട്ട് കാല് നന്നായിട്ട് മസാജ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി മസാജാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. ഈ കോപ്പിറൈറ്റ് വല്ലാത്തൊരു വിഷയമാണ് കേട്ടോ. ലെഗ് മസാജിൻ്റെ ടൈമിലൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വാക്സ് എങ്ങനെ പെയിൻഫുള്ളാണോ എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത്ര പെയിൻഫുള്ളൊന്നുമല്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പെയിൻ തോന്നും, പക്ഷേ കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഈ ലേഡി നമുക്ക് കാലൊക്കെ മസാജ് ചെയ്യുന്നത് ഭയങ്കര പറയാതെ വയ്യ കേട്ടോ. ഭയങ്കര സൂപ്പറാണ്, നന്നായിട്ട് നല്ല സർവീസാണ് ഇവരുടെ. എനിക്ക് ആ പാർലറിൽ ഏറ്റവും നന്നായിട്ട്
ചെയ്യുന്ന ഇവരായിട്ടാണ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ഓണർ അവരും അതെ. ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വീഡിയോ വരുമ്പോഴത്തേക്കും. ഇതിന് മുന്നേ 1 വീക്ക് മുന്നേ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് പോയിട്ടാണ് ഞാൻ പാക്കിങ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഫാസ്റ്റ് ആക്കാമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം കാണാത്തവരൊന്ന് പോയി കാണണേ. സലോൺ വീഡിയോയും പാക്കിംഗ് വീഡിയോയും ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പം ഒരുപാട് ലെങ്ത്ത് വരുന്നുണ്ട് വീഡിയോയ്ക്ക്. അപ്പം നിങ്ങൾക്ക് ബോറായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ 2 വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. നമ്മളെത്ര തിരക്ക് പറഞ്ഞാലും അവരവരുടെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് കേട്ടോ നമ്മളിവിടുന്ന് വിടുള്ളൂ. എല്ലാം ഡീറ്റെയിലായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തീരുമായിരിക്കുന്നു, പക്ഷേ നന്നായിട്ട് ഡീറ്റെയിലായിട്ട് അവർ ചെയ്തിട്ട്, കാരണം അവരുടെ സർവീസിനൊരു മോശം വരാൻ പാടില്ലല്ലോ, നമ്മളൊരു ബാഡ് കമൻറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിലായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടേ കംപ്ലീറ്റ് ചെയ്തിട്ടേ വിടുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പെഡിക്യൂർ ഫാനായി മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളെ കാലിൽ നഖത്തിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ക്രീം, അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലീൻ ആക്കാനും കൂടെ വേണ്ടിയിട്ട് റബ്ബ് ചെയ്യുന്നതാണ്. എൻ്റെ ക്യാമറാമാൻ അനു, രതീഷേട്ടനും അദ്വികയൊക്കെ അനുവിന് ഹെയർ കട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അവരവളുടെ അടുത്താണ്. ഇത് പിന്നെ ലെഗ് മസാജും വാഷും എല്ലാം കഴിഞ്ഞതിന് ശേഷം പെഡിക്യൂറിന് ശേഷം അവരെനിക്ക് തന്നതാണ് കേട്ടോ. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട്. നെയിൽ പോളിഷ്, അപ്പം ഞാൻ അവരോട് പറയുമായിരുന്നു ഞാൻ പോകുന്നത് ബീച്ചിലേക്കാണ്, അപ്പം ഇത് നെയിൽ പോളിഷ് എന്തായാലും ആ ഉപ്പ് വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് പോകുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല, ഡബിൾ കോട്ട് ആക്കി തരാം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ ഓക്കെ താങ്ക് യു പറയുമായിരുന്നു അവരോട് കേട്ടോ. പിന്നെ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തത് എനിക്ക് സെയിം കളർ വേണ്ട, ഞാൻ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്ന സെയിം കളർ. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ലല്ലോ, ഡിഫറെൻറ്റ് കളേഴ്സ് ആഡ് ചെയ്യുന്നതല്ല. അതുപോലെ നെയിൽ ആർട്ടൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാനിതുവരെ നെയിൽ ആർട്ട് ചെയ്തിട്ടില്ല, അതൊരു പ്രാവശ്യം ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതൊരു വയലറ്റ് കളറും പിന്നെ ഒരു യെല്ലോ കളറുമാണ്. അതെൻ്റെ കാലിന് നല്ല സ്യൂട്ടായിരുന്നു. എൻ്റെ പെഡിക്യൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അനു ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടമ്മ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ 4 പേരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും ടൈം കൺസ്യൂമിങ് ആണ് ഈ പരിപാടി എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നൊരു ദിവസത്തേക്ക് അങ്ങനെ പ്ലാൻ ചെയ്താൽ മതിയായിരുന്നു. തൽക്കാലം പെഡിക്യൂറും ഒക്കെ ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രതീഷേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്നാട്ടെ ഫ്ലൈറ്റ് മിസ്സാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞിട്ട് വേണ്ട ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. ഞങ്ങളിങ്ങനെ ടെൻഷനിലിരിക്കുമായിരുന്നു. അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞു. അവർ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് കോട്ടും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് വെള്ളമായിരിക്കുമല്ലോ, കാലിൽ തട്ടിക്കഴിയുമ്പം പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ കണ്ടില്ലേ, മുടുക്കനായി ഹരിശ്രീ അശോകൻ പറയുന്ന പോലെ. ഇത് പിന്നെ അതിന് ശേഷം വാക്സ് ചെയ്തതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം കൂക്കി വിളിച്ചു, അതിന് ശേഷം പിന്നെ ഓക്കെ ആയി. പെയിൻ സഹിക്കാവുന്ന പെയിനേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ വന്ന് ചെയ്യാറുള്ള, ഞാൻ പറയില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടെന്ന്, സ്ട്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രൈറ്റനിങ്ങിന് വേണ്ടി ആദ്യം ഹെയർ വാഷൊക്കെ കഴിഞ്ഞ്, ഹെയർ വാഷിൻ്റെ സമയത്ത് ഷാമ്പു ആഡ് ചെയ്ത് അവർ സ്കാൽപ്പിന് നല്ല മസാജ് ചെയ്യും കേട്ടോ. അപ്പം ഇവിടുത്തെ വാട്ടറും കുറച്ചുകൂടി ബെറ്ററാണ്. ബാംഗ്ലൂർ വെള്ളം ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ വാട്ടറും കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഹെയറൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. ഇവരാണ് ക്ലാസി യൂണിസെക്സ് സലോണിൻ്റെ ഓണർ കേട്ടോ. ഇവരവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കോൺഫിഡൻസ് തന്നെയാണ്. നല്ല നീറ്റായിട്ട് ചെയ്യും. ഹെയർ സ്ട്രൈറ്റനിങ് ആണെങ്കിലും എല്ലാ സർവീസും നല്ല നീറ്റായിട്ട് ചെയ്യും. പിന്നെ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ വക ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. സ്ട്രൈറ്റനിങ് കഴിഞ്ഞ് ഞാൻ ത്രെഡിങ്ങും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നില്ല. ഹലോ, അപ്പോൾ ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ കഴിഞ്ഞു, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ഞ് വ്ലോഗ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. കീപ്പ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.